വേറെ മാർക്കറ്റിൽ കൊടുക്കാൻ നമുക്ക് തികയുന്നില്ല. ഉൽപ്പാദിക്കുന്ന സാധനങ്ങളെല്ലാം ഇവിടെ വീടിന്റെ ഫ്രണ്ടിൽ വയ്ക്കുമ്പോൾ തന്നെ അനേകം ആൾക്കാർ അറിഞ്ഞ് വാങ്ങുന്നുണ്ട്. എൻ്റെ കൊച്ചുനാളിലെ എനിക്ക് കൃഷി തന്നെയാണ്. ദാരിദ്ര്യം ഉള്ള കാലമാണ്. ഈ പഠിച്ച തൊഴിലായതുകൊണ്ട് നിത്യമായിട്ട് നഷ്ടം ലാഭം നോക്കാതെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ പയർ എന്ന് പറയുന്നത് ദമയന്തി ഇനത്തിൽപ്പെട്ട പയറാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ അഗ്രം എല്ലാവർക്കും ശ്രദ്ധിക്കും. ഈ തോട്ടത്തിൽ മറ്റൊരു ഇനം പയറാണ് ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട മീറ്റർ പയറും. മീറ്റർ പയറിന്റെ അളവ് കുറവാണെങ്കിലും പക്ഷെ നമുക്ക് ധാരാളം വില കിട്ടുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു 2 പയറിന് ഏകദേശം 10 രൂപ അടുപ്പിച്ച് നമുക്ക് കിട്ടുന്നുണ്ട്. പയർ തോട്ടത്തിലാണ്. ഇവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതിൻ്റെ അടിയിൽ ഇത് നട്ടിരിക്കുന്നത് പാവലാണ്. ഈ പാവൽ നടന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ വള്ളി ഇനി ഒരു 2 ദിവസത്തിനകത്ത് ഫുള്ളും വലിച്ചു മാറ്റും. ആദ്യമായിട്ട് സലാഡ് കൃഷി ചെയ്യുന്നത് നമ്മളാണ്. സലാഡ് വെള്ളരി കൃഷി ചെയ്യുന്നത് കർഷകർക്ക് ഏറ്റവും ലാഭമായ ഒരു കൃഷി രീതിയാണ് നമ്മളിവിടെ പരീക്ഷിച്ചിരിക്കുന്നത്. വാഴ ഏകദേശം കൊലയ്ക്കാറായി നിൽക്കുകയാണ്. അതിൻ്റെ അടിയിൽ നമ്മൾ മരിച്ചിനി തൈ നട്ടിട്ടുണ്ട്. കൃഷിയിൽ ഏറ്റവും ലാഭകരമായ കൃഷിയാണ് കുക്കുംബർ കൃഷി. ഇവിടെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇത് സമയത്തിന് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ഒരുപാട് വാടിപ്പോവുകയും അത് നശിച്ചു പോകാനും കാരണമാകും. ഇത് ജൈവവള കൃഷി അത്ര പ്രായോഗികമല്ല. അതുകൊണ്ട് രാസവള കൃഷി രീതിയിലാണ് നമ്മൾ വാഴ കൃഷി പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. 3 തരത്തിൽ വാഴ കൊലപ്പിക്കും. നമ്മുടെ കൃഷി രീതി അങ്ങനെയാണ്. വാഴ കൃഷി ചില പ്രകൃതിക്ഷോഭങ്ങൾ കാരണം തകർച്ച ഒരുപാട് വന്നിട്ടുണ്ട്, കടഭാരങ്ങൾ വന്നിട്ടുണ്ട്. എൻ്റെ മോള് 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഞാൻ ഏകദേശം 1500 കൂടെ വാഴ വരെ അതിൽ കൂടുതൽ നമുക്ക് ഉരുപ്പടി വാങ്ങാന്നുള്ള രീതിയിൽ പ്രതീക്ഷയോടെ നട്ടിരുന്നു. ഒരു സുപ്ര 5-6 പടലിട്ട് പൂത്തു. ഒരു സുപ്രാവത്തിൽ കാറ്റും മഴയത്ത് ഒന്നുമില്ലാതെ അടിച്ച് അതിനെ വാഴക്കൃഷിയിൽ ഒരുപാട് ഘട്ടം ഘട്ടമായി ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു കൃഷിയിൽ തന്നെ 8 ലക്ഷം രൂപയിലെ നഷ്ടം വെച്ചായിട്ടുണ്ട്. നമസ്കാരം, എൻ്റെ പേര് ജോമി മേക്കതിൽ എന്നാണ്. ഇതെൻ്റെ പപ്പയാണ് പ്രധാനമായിട്ട് കൃഷി ചെയ്യുന്നത്. 40 വർഷമായിട്ട് പപ്പ കൃഷി ചെയ്ത് വരുന്നതാണ്. ഞാൻ പപ്പയെ സഹായിക്കും. നമ്മൾ പ്രധാനമായിട്ട് ഇവിടെ കൃഷി ചെയ്യുന്നതാണ് പച്ചക്കറി, വാഴ, ഏത്തവാഴ എന്നിവയാണ് പ്രധാനമായിട്ട് കൃഷി ചെയ്യുന്നത്. പച്ചക്കറി എന്ന് പറയുമ്പോൾ പടവലം, കീര, വെള്ളരി, കുക്കുംബർ, സലാഡ് വെള്ളരി, അതുപോലെ തന്നെ പാവല്, കത്തിരി, പിന്നെ ധാന്യവർഗ്ഗങ്ങളായ ചെറുകിഴങ്ങ്, കാച്ചിൽ എന്നിവയെല്ലാം സീസൺ അനുസരിച്ചാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. ഒഫീഷ്യലായിട്ട് ഞാനൊരു സർക്കാർ ജോലിക്കാരനാണ്. എന്നാൽ ജോലി സമയം കഴിഞ്ഞ് എനിക്ക് കിട്ടുന്ന സമയമെല്ലാം ഞാൻ കൃഷിക്ക് വേണ്ടിയാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. കൃഷിയോട് താല്പര്യം തോന്നാൻ കാരണം എന്ന് പറയുന്നത് ഇതിപ്പോൾ എൻ്റെ ഒരു പാഷനായിട്ട് മാറി. കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടുന്ന സമയമെല്ലാം ഞാൻ പ്രധാനമായിട്ട് കൃഷിയോട് കൂടുതൽ അറ്റാച്ച് ചെയ്താണ് പോകുന്നത്. എൻ്റെ കുഞ്ഞുനാൾ മുതൽ ഞങ്ങൾ ഇതിൽ കൂടെയാണ് വളർന്നു വന്നത്. എൻ്റെ വളർച്ച തന്നെ വേണമെങ്കിൽ കൃഷി എന്നുള്ള ഇതിൽ എന്ന് പറയാം. സാമ്പത്തികമായി എന്ന് പറയുമ്പോൾ ഞാൻ ഒരു പഠിക്കുന്ന ഒരു പൈസ എന്ന് പറയുന്നതും കൃഷിയിലൂടെയാണ്. ഒരു ജോലി നേടിയിട്ടെങ്കിൽ അത് കൃഷിയിലൂടെ. കാര്യം എന്ന് പറഞ്ഞാൽ കിട്ടുന്ന സമയം കൃഷിയിലൂടെയാണ് ക്യാഷ് സമ്പാദിക്കുകയും അതിലുപയോഗിച്ചാണ് ഞാൻ PSC ക്ലാസ്സിനെല്ലാം പോവുകയും പഠിച്ച് ഈ നിലയിലാവുകയും ചെയ്തത്. പ്രധാനമായിട്ട് പാരമ്പര്യമായിട്ടാണ് ഈ കൃഷി നമ്മൾ കണ്ടിന്യൂ ചെയ്ത് വരുന്നത്. എൻ്റെ മുത്തശ്ശൻ, പപ്പയുടെ പപ്പ നല്ലൊരു കർഷകനായിരുന്നു. മേക്കതിൽ കൃഷ്ണനാട് എന്നാണ് പുള്ളി അറിയപ്പെടുന്നത്. അവിടെ നിന്നാണ് നമ്മൾ കൃഷി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വരികയും ഏകദേശം ഈ അണമുഖം ഏല എന്ന് പറയുന്ന ഏലയിലാണ് നമ്മൾ പ്രധാനമായിട്ട് കൃഷി ചെയ്യുന്നത്. 2 ഏലയിലായിട്ട് നമുക്ക് ഏകദേശം 2 ഏക്കറോളം പാടത്ത് നമ്മൾ പച്ചക്കറിയും വാഴയായിട്ട് കൃഷി ചെയ്ത് വരുന്നു. നമ്മൾ വാഴ കൃഷിയാണ് വർഷങ്ങൾക്ക് മുമ്പേ തുടർന്ന് കണ്ടിന്യൂ വരുന്നത്. എന്നാൽ വാഴ കൃഷി ചില പ്രകൃതിക്ഷോഭങ്ങൾ കാരണം തകർച്ച ഒരുപാട് വന്നിട്ടുണ്ട്, കടഭാരങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ പ്രധാനമായിട്ട് കാലാവസ്ഥ അനുസരിച്ച് പച്ചക്കറി കൃഷിക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. എൻ്റെ മോള് 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഞാൻ ഏകദേശം 1500 കൂടെ വാഴ വരെ അതിൽ കൂടുതൽ നമുക്ക് ഉരുപ്പടി വാങ്ങാന്നുള്ള രീതിയിൽ പ്രതീക്ഷയോടെ നട്ടിരുന്നു. ഒരു സുപ്ര 5-6 പടലിട്ട് പൂത്തു. ഒരു സുപ്രാവത്തിൽ ഒരു കാറ്റും മഴയത്ത് ഒന്നുമില്ലാതെ അടിച്ച് അതിനെ തകർത്ത് ഓടിച്ചു. അങ്ങനെ വാഴക്കൃഷിയിൽ ഒരുപാട് ഘട്ടം ഘട്ടമായി ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു കൃഷിയിൽ തന്നെ 8 ലക്ഷം രൂപയിലെ നഷ്ടം വെച്ചായിട്ടുണ്ട്. കടം മറിച്ച് പലിശയ്ക്ക് കൊടുത്ത പൈസയാണ്. അതെ, കൃഷിയിൽ കൂടെ തന്നെ ആ കടങ്ങൾ വീട്ടേണ്ട ദൈവം വഴി ഒരുക്കി തന്നു. നമ്മൾ ജൈവ രീതിയിലാണ് കൃഷി ചെയ്യുന്നത്. പ്രധാനമായിട്ടും ജൈവ രീതി വയലിൽ കൃഷി ചെയ്യുന്ന സാധനങ്ങളെല്ലാം വേറെ മാർക്കറ്റിൽ കൊടുക്കാൻ നമുക്ക് തികയുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഉൽപ്പാദിക്കുന്ന സാധനങ്ങളെല്ലാം ഇവിടെ വീടിൻ്റെ ഫ്രണ്ടിൽ വയ്ക്കുമ്പോൾ തന്നെ അനേകം ആൾക്കാർ അറിഞ്ഞ് തന്നെ ഒരുപാട് പേര് വന്ന് വാങ്ങുന്നുണ്ട്.
പേര് സുരേൻ എന്നാണ്. എൻ്റെ കൊച്ചുനാളിലെ എനിക്ക് കൃഷി തന്നെയാണ്. ദാരിദ്ര്യം ഉള്ള കാലമാണ്, അന്ന് വിദ്യാഭ്യാസം കുറവാണ്. അപ്പോൾ കൃഷിയിലേക്ക് പപ്പ മുതൽ ഇങ്ങോട്ട് കൃഷിയുമായിട്ടാണ് ബന്ധപ്പെട്ട് പോയത്. അന്ന് ഉള്ള വളത്തിനും ഇന്നത്തുള്ള വളത്തിനും എല്ലാതും ഒരുപാട് വ്യത്യാസതയുണ്ട്. അന്ന് ചാണകം ലേബർ കുറവ്, ഇന്ന് ലേബർ കൂടുതൽ. കോഴിക്കാരും ഒക്കെ ഉണക്കിയാണ് എടുത്ത് ഉത്പാദിക്കുന്നത്, അല്ലാതെ പച്ചയ്ക്കൊന്നും ചുമക്കാനും എടുക്കാനും ഒന്നും ഉള്ള ആളുകളില്ല. നമ്മളെന്ന് പറഞ്ഞാൽ അത് ഈ പഠിച്ച തൊഴിലായതുകൊണ്ട് നിത്യമായിട്ട് നഷ്ടം ലാഭം നോക്കാതെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ കണ്ടത്തിൽ വെറും വള്ളിപ്പയർ മാത്രം, മീറ്റർ പയർ. ഈ പയർ എന്ന് പറയുന്നത് ദമയന്തി ഇനത്തിൽപ്പെട്ട പയറാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അഗ്രം എല്ലാവർക്കും ശ്രദ്ധിച്ചാൽ മനസ്സിലായി ചുവപ്പാണ്. അപ്പോൾ ഇതിൻ്റെ പയർ ചുവപ്പ് നിറത്തിലുള്ള പയറായിരിക്കും. ഈ തോട്ടത്തിൽ മറ്റൊരു ഇനം പയറാണ് ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട മീറ്റർ പയറും കൃഷി ചെയ്യുന്നുണ്ട്. കാരണം മീറ്റർ പയറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്ക് ഉൽപ്പാദനം മീറ്റർ പയറിൻ്റെ അളവ് കുറവാണെങ്കിലും പക്ഷേ നമുക്ക് ധാരാളം വില കിട്ടുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു 2 പയറിന് ഏകദേശം 10 രൂപ അടുപ്പിച്ച് നമുക്ക് കിട്ടുന്നുണ്ട്. പയർ തോട്ടത്തിലാണ്. ഇവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതിൻ്റെ അടിയിൽ ഇത് നട്ടിരിക്കുന്നത് പാവലാണ്. ഈ പാവൽ നടന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ വള്ളി ഇനി ഒരു 2 ദിവസത്തിനകത്ത് ഫുള്ളും വലിച്ചു മാറ്റും. അപ്പോഴേക്കും നമുക്ക് ഈ പന്തൽ മട്ടമായി ഈ പാവൽ ഇനി പടർന്നു തുടങ്ങുന്നതാണ്. ഏകദേശം ഒരു 50 ദിവസത്തിനകത്ത് വെച്ച് നമുക്ക് പാവയ്ക്ക ഇവിടെ എടുക്കാനായി കഴിയും. ഈ പാവലിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു അസുഖം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായി, ഈ മഞ്ഞളിപ്പാണ്. ഈ പാവലിന് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു രോഗമാണ് ഈ മഞ്ഞളിപ്പ് രോഗം. ഇതിന് നമ്മൾ പ്രധാനമായിട്ട് ചെയ്യുന്നത് മെഗ്നീഷ്യം സൾഫേറ്റ് കലക്കി ഒഴിക്കുന്നുണ്ട്. ഈ അണമുഖം ഏല എന്നാണ് ഈ ഏല അറിയപ്പെടുന്നത്. എന്ന് പറയുമ്പോൾ ഏലയെന്ന് ഉദ്ദേശിക്കുന്നത് ഈ വയലാണ്. ഈ അണവ ഏലയെ തന്നെ ആദ്യമായിട്ട് സലാഡ് കൃഷി ചെയ്യുന്നത് നമ്മളാണ്. സലാഡ് വെള്ളരി കൃഷി ചെയ്യുന്നത് പരീക്ഷണത്തിൽ ആദ്യമായിട്ട് ഈ കാണുന്ന പ്രദേശത്താണ് സലാഡ് കൃഷി ആദ്യമായി നമ്മൾ ചെയ്തത്. ഇവിടെ നമുക്ക് നല്ലൊരു വിജയമുണ്ടായി. 20 മൂടാണ് നട്ടു നോക്കിയത്. എന്ന് പറയുമ്പോൾ 20 മൂടെന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഏകദേശം 80 തൈയോളമാണ് ആദ്യം വെച്ചത് പരീക്ഷണത്തിൽ. അത് നല്ല വിജയമായിരുന്നു. കർഷകർക്ക് ഏറ്റവും ലാഭമായ ഒരു കൃഷി രീതിയാണ് നമ്മളിവിടെ പരീക്ഷിച്ചിരിക്കുന്നത്. ഇതിന് ഒരു പൂ കൃഷി എന്നുള്ള ഇതിൽ വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. വാഴ ഏകദേശം കൊലയ്ക്കാറായി നിൽക്കുകയാണ്. അതിൻ്റെ അടിയിൽ നമ്മൾ മരച്ചിനി തൈ നട്ടിട്ടുണ്ട്. ഇതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് വാഴ ഏകദേശം കൊല മുറിയുമ്പോൾ തന്നെ പിന്നെ ഒരു 2 മാസം കഴിയുമ്പോൾ നമുക്ക് ഈ മരച്ചിനിയും വിളവെടുക്കാൻ കഴിയുന്നതാണ്. ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ കുക്കുംബർ തോട്ടത്തിലാണ്. കൃഷിയിൽ ഏറ്റവും ലാഭകരമായ കൃഷിയാണ് കുക്കുംബർ കൃഷി. 40ാമത്തെ ദിവസം തന്നെ ഇതിൻ്റെ ഉൽപ്പാദനം നമുക്ക് എടുക്കുന്നതാണ്. പക്ഷേ കൃഷിയിൽ ഏറ്റവും ലാഭമാണെങ്കിൽ പോലും വളരെയധികം ഇതിൽ കഷ്ടപ്പാടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം തന്നെ ഏകദേശം 3 നേരം ഇതിന് വെള്ളം ഒഴിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇത് പൂർണ്ണമായിട്ട് വാടി നശിക്കുന്നതാണ്. ഇവിടെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും, ഇത് സമയത്തിന് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ഒരുപാട് വാടിപ്പോവുകയും അത് നശിച്ചു പോകാനും കാരണമാകും. നമ്മളിത് പ്രധാനമായിട്ട് ഇതിൻ്റെ വിത്ത് നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ കഴിയുന്നതല്ല. ഇത് നമ്മൾ ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട സ്നോബേഡ് കുക്കുംബർ എന്ന് പറയുന്ന കുക്കുംബർ വൈറ്റ് കുക്കുംബർ മേടിക്കുന്നതാണ്. ഇത് പൂർണ്ണമായിട്ട് നമ്മൾ ജൈവ രീതിയിലാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. ചാണകപ്പൊടി, കടലപ്പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക്, കോഴിക്കാരം എന്നിവയാണ് പ്രധാനമായിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഇത് ഇപ്പം നിങ്ങൾ കാണുന്നത് എൻ്റെ ഏത്തവാഴ കൃഷിത്തോട്ടമാണ്. ഇതിപ്പോൾ ഏകദേശം 2 ഒരമായ ഏത്തവാഴയാണ്. ഇതിനി ഓരോരോം കൂടെ കൊടുക്കുമ്പോൾ ഇത് പൂർണ്ണമായിട്ടും കൊലയ്ക്കുന്നതാണ്. നമ്മൾ പ്രധാനമായിട്ട് കൃഷി ചെയ്യുന്നത് ഇത് ജൈവവള കൃഷി അത്ര പ്രായോഗികമല്ല. അതുകൊണ്ട് രാസവള കൃഷി രീതിയിലാണ് നമ്മൾ വാഴ കൃഷി പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ചാണകം, കോഴിക്കാരം, കടലപ്പിണ്ണാക്ക്, പ്രധാനമായിട്ട് നമ്മൾ 3 ഒരത്തിൽ വാഴ കൊലപ്പിക്കുക എന്നാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം. 3 ഒരത്തിൽ വാഴ കൊലപ്പിക്കും. നമ്മുടെ കൃഷി രീതി അങ്ങനെയാണ്. എന്ന് പറഞ്ഞാൽ ആ 3 ഒരവും ഒരമെന്നുള്ള രീതിയിൽ തന്നെ വാഴയ്ക്ക് പൂർണ്ണമായിട്ട് പരിപാലിപ്പിക്കുന്നതാണ്. കാരണം എന്ന് പറഞ്ഞാൽ 3 ഒരത്തിൽ നമ്മൾ കടലപ്പിണ്ണാക്ക് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ ചാണകപ്പൊടി ഉപയോഗിക്കുന്നുണ്ട്, രാസവളം ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ 3ാമത്തെ ഒരത്തിൽ വാഴ കൊലയ്ക്കും. പ്രധാനമായിട്ട് നല്ല രീതിയിൽ നമുക്ക് വാഴ കൃഷി ചെയ്താൽ ഏകദേശം 10 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും വാഴ കംപ്ലീറ്റും കൊലയെല്ലാം മുറിച്ച് പ്ലോട്ട് ഒരുക്കാൻ കഴിയുന്നതാണ്. 10 മാസം മതി. പ്രധാനമായിട്ട് നമ്മൾ നല്ല രീതിയിൽ അതിന് പരിപാലിച്ചെടുത്താൽ 10 മാസം മതി. പിന്നെ വാഴ കൃഷി ഏറ്റവും മോശം അവസ്ഥ എന്ന് പറയുന്നത് നമുക്കിപ്പം കാലാവസ്ഥ ഒരു അനുകൂലമല്ലെങ്കിൽ, പ്രതികൂലമായിട്ട് വരുന്നതെങ്കിൽ നമുക്ക് വാഴ കൃഷി അത്രയും നല്ല രീതിയിൽ പറയാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ കാറ്റ്, മഴ എന്നിവ ഉണ്ടെങ്കിൽ വാഴ കൃഷി നമുക്ക് പൂർണ്ണമായിട്ട് വിജയിപ്പിച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് വാഴ കൃഷി നമ്മൾ മുമ്പ് ആദ്യകാലങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന വാഴ കൃഷിയാണ്. പക്ഷേ തുടർന്നുണ്ടാകുന്ന പ്രതിക്ഷോഭം കാരണം നമുക്ക് വാഴ കൃഷി നഷ്ടമാവുകയും ഇപ്പം വാഴ കൃഷി വളരെ കുറച്ചിട്ട് നമ്മൾ പൂർണ്ണമായിട്ടും പച്ചക്കറി കൃഷിയാണ് പ്രോത്സാഹിപ്പിച്ച് എടുക്കുന്നത്.